നമസ്കാരം. സംസ്ഥാന പോലീസിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥനായ S. ശ്രീജിത്തിന് DGP പദവി നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. നിരവധിയായ വിവാദങ്ങൾക്കും അണിയറ നീക്കങ്ങൾക്കും ഒടുവിലാണ് ADGP S. ശ്രീജിത്തിന് DGPയായി പ്രമോഷൻ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. പ്രമോഷനുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. മുഖ്യമന്ത്രി VD സതീശൻ ഫയലിൽ വൈകാതെ ഒപ്പുവെക്കും. നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന ADGP MR അജിത് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ തടസ്സവാദങ്ങളെയും പാരകളെയും പൂർണ്ണമായും മറികടന്നാണ് ശ്രീജിത്ത് DGP പദവിയിലേക്ക് എത്തുന്നത്. സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാൾ വിരമിച്ച ഒഴിവിലാണ് ADGP S. ശ്രീജിത്തിന് പ്രമോഷൻ ലഭിക്കുന്നത്. അദ്ദേഹത്തിന് അർഹമായ DGP പ്രമോഷൻ തടയുന്നതിനായി സസ്പെൻഷനിൽ കഴിയുന്ന ADGP MR അജിത് കുമാർ കള്ളക്കളികൾ നടത്തുന്നുവെന്ന ആരോപണം ശക്തമായിരുന്നു. തനിക്ക് ലഭിക്കാത്ത DGP പദവി സഹപ്രവർത്തകനായ ശ്രീജിത്തിന് ലഭിക്കരുതെന്ന വാശിയിലാണ് അജിത് കുമാർ മറ്റ് ഗൂഢാലോചനകൾക്കൊപ്പം ചേർന്ന് വ്യാജ വാർത്തകളും നീക്കങ്ങളും നടത്തുന്നെന്ന ആരോപണമാണ് ആഭ്യന്തര വകുപ്പിൽ ഉയർന്നത്. ശ്രീജിത്തിന്റെ സീനിയോറിറ്റിയും മുൻകാല സർവീസ് മികവും കണക്കിലെടുത്താണ് DGP റാങ്കിലേക്ക് ഉയർത്താനുള്ള തീരുമാനം. അതോടൊപ്പം സംസ്ഥാനത്തെ മറ്റ് ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഉത്തരവുകളും സർക്കാർ പുറപ്പെടുവിച്ചു. മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ യോഗേഷ് ഗുപ്തയെ കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടറായി നിയമിച്ചു. ബെവ്കോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഈ പദവിയിൽ നിയോഗിച്ചിരിക്കുന്നത്. ഈ പദവിയിലേക്ക് അദ്ദേഹം എത്തുമെന്ന് നേരത്തെ തന്നെ ധാരണയായിരുന്നു. മറ്റൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായ ബൽറാം കുമാർ ഉപാധ്യായയെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മേധാവിയായി നിയമിച്ചു. ഇതിനുള്ള ഔദ്യോഗിക ഉത്തരവും പുറത്തിറങ്ങി. ശ്രീജിത്തിന് ഹൈക്കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി ഏറ്റുവെന്നും പ്രമോഷൻ തടയുമെന്നുമുള്ള രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കോടതി ഒരു വരി കൊണ്ടുപോലും ശ്രീജിത്തിനെ വിമർശിച്ചിട്ടില്ലെന്നതാണ് വസ്തുത. അന്നത്തെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്ന ബിശ്വനാഥ് സിൻഹ AS റിപ്പോർട്ട് സമർപ്പിച്ചതിലെ സാങ്കേതികപരമായ വീഴ്ചയിലാണ് ഹൈക്കോടതി അതൃപ്തി പ്രകടിപ്പിച്ചത്. പരാതിക്കാരനെയും പ്രതിസ്ഥാനത്തുള്ള ശ്രീജിത്തിനെയും ഒരുമിച്ച് നിർത്തി മൊഴിയെടുക്കാൻ ആഭ്യന്തര സെക്രട്ടറി തീരുമാനിച്ചതാണ് കോടതിയെ ചോദിപ്പിച്ചത്. പരാതിക്കാരൻ ഇതിൽ പങ്കെടുക്കാതിരുന്നതിനാൽ അയാളുടെ ഭാഗം കൂടി കേട്ട് വീണ്ടും നിയമപരമായ റിപ്പോർട്ട് നൽകാനാണ് കോടതി നിർദ്ദേശിച്ചത്. ഇതിനെയാണ് ശ്രീജിത്തിനെതിരായ വിധി എന്ന രീതിയിൽ അജിത് കുമാർ സംഘവും പ്രചരിപ്പിച്ചത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചട്ടപ്രകാരം സ്വന്തം ചെലവിൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് അവധിയെടുത്ത് വിദേശത്ത് പോകുന്നതിന് കേഡർ നിയന്ത്രണ അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയുടെ ആവശ്യമില്ല. വിവരം അറിയിച്ചാൽ മാത്രം മതി. എന്നാൽ പിന്നീട് തനിക്കെതിരെ വിവാദങ്ങൾ ഉണ്ടായേക്കാമെന്ന് കരുതി ശ്രീജിത്ത് സംസ്ഥാന സർക്കാരിനും DGPയും അപേക്ഷ നൽകി കൃത്യമായി അനുമതി വാങ്ങിയിരുന്നു. ചീഫ് സെക്രട്ടറിയുടെയും DGPയുടെയും അനുമതി പത്രങ്ങൾ ഇതിന് തെളിവായി പുറത്തു വന്നിട്ടുണ്ട്. ദുബായിലെ സ്വകാര്യ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ശ്രീജിത്ത് പങ്കെടുത്തത് പോലീസിന്റെ ഔദ്യോഗിക യൂണിഫോം ധരിച്ചാണെന്നായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ യൂണിഫോം ഇടാതെ സാധാരണ വസ്ത്രം ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ വാദവും പൊളിഞ്ഞു. ദുബായിൽ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ആയുർവേദ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലാണ് ശ്രീജിത്ത് പങ്കെടുത്തത്. മുൻപ് ദുബായിൽ വെച്ച് കാൽക്കുഴയ്ക്ക് പരിക്കേറ്റപ്പോൾ അദ്ദേഹത്തിന് ചികിത്സ നൽകിയത് ഈ കേന്ദ്രത്തിലുള്ളവരായിരുന്നു. എന്നാൽ ഇതിനെ സ്പാ എന്ന് ചിത്രീകരിക്കുകയായിരുന്നു. ഇത്തരം വ്യാജ പ്രചാരണം കാരണം അവിടെ ജോലി ചെയ്തിരുന്ന നിർധനരായ വനിതാ ജീവനക്കാരുടെ വിവാഹം വരെ മുടങ്ങുന്ന അവസ്ഥയുണ്ടായി. ജീവനക്കാരുടെ പരാതിയിൽ ഇതിനെതിരെ പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ട്രാഫിക് കമ്മീഷണറായിരിക്കെ സസ്പെൻഡ് ചെയ്യപ്പെടുകയും വിജിലൻസ് അന്വേഷണം നേരിടുകയും ചെയ്യുന്ന മോട്ടോർ വാഹന വകുപ്പിലെ MVI ഡിബിൻ ഇടവനയ്ക്ക് ശ്രീജിത്തിനോട് കടുത്ത ശത്രുതയുണ്ട്. മുതിർന്ന IPS ഉദ്യോഗസ്ഥനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകൾ പങ്കുവെച്ച വ്യക്തിയാണ് അയാൾ. ഇയാളെ മുന്നിൽ നിർത്തിയാണ് അജിത് കുമാർ ഹർജികളും വ്യാജകഥകളും ഉണ്ടാക്കിയതെന്നാണ് ആരോപണം. IPS ഉദ്യോഗസ്ഥർക്കിടയിൽ മുതിർന്ന പദവികളിലേക്ക് ആളുകൾ എത്തുമ്പോൾ ഇത്തരം കൊട്ടേഷനുകളും ഒളിപ്പോരുകളും സാധാരണമാണെങ്കിലും സഹപ്രവർത്തകന്റെ അർഹതപ്പെട്ട DGP പദവി തടയുന്നതിനായി കോടതികളെയും മാധ്യമങ്ങളെയും വരെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു അജിത് കുമാറിന്റെ നീക്കം. എന്നാൽ ഈ നീക്കം വിജയം കണ്ടില്ലെന്നതാണ് വ്യക്തമാകുന്നത്.